ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് DB കൂപ്പറുമായിട്ടാണ്. ആരാണ് ഗായ്സ് ഈ DB കൂപ്പർ? അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിലെ തെളിയിക്കപ്പെടാത്ത ഒരേ ഒരു എയർ പൈറസി കേസിൻ്റെ കഥ. 24 നവംബർ 1971 ഒരു കറുത്ത മഴക്കോട്ടും ഇരുണ്ട സ്യൂട്ടും ടൈയും ധരിച്ച ഒരാൾ അമേരിക്കയിലെ ഒറിഗോണിലെ പോർട്ട്ലാൻഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തി. ഒരു കറുത്ത സ്യൂട്ട് കേസുമായി അയാൾ നോർത്ത് വെസ്റ്റോറിയൻ എയർലൈൻസ് കൗണ്ടറിൽ പോയി വാഷിംഗ്ടണിലെ സിയാറ്റലിലേക്ക് വൺ വേ ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് എയർലൈൻ ടിക്കറ്റ് വാങ്ങുന്നതിനോ ഒരു വിമാനത്തിൽ കയറുന്നതിനോ യാതൊരു തിരിച്ചറിയൽ രേഖയും ആവശ്യമുണ്ടായിരുന്നില്ല. ടാൻ കൂപ്പർ എന്ന് പേര് നൽകി അയാൾ ടിക്കറ്റ് എടുത്തു. $20 പണമടച്ച് ടിക്കറ്റുമെടുത്ത് ബോയിങ് 727 വിമാനത്തിൽ 30 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയ്ക്കായി അയാൾ ഫ്ലൈറ്റ് 305 കയറി. ഉച്ചയ്ക്ക് 2:50 യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത്. വിമാനത്തിൻ്റെ പിൻഭാഗത്ത് ഇരുന്നു കൊണ്ട് കൂപ്പർ ശാന്തമായി ഒരു സിഗരറ്റും കത്തിച്ച് ഒരു ബോർബർ വിസ്കിയും സോഡയും ഓർഡർ ചെയ്തു. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ കൂപ്പർ എയർ ഹോസ്റ്റസ്മാരിൽ ഒരാളായ ഫ്ലോറൻ ഷാഫ്നറിന് ഒരു കുറിപ്പ് നൽകി. കുറിപ്പിൽ ഒരു പിക്കപ്പ് ലൈനും ഒരു ടെലിഫോൺ നമ്പറും അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വിശ്വസിച്ച ഷാഫ്നർ അത് അവഗണിച്ചു. കൂപ്പർ പതിയെ അവരുടെ അടുത്തേക്ക് തല ചായ്ച്ചു വന്ന ശേഷം ശബ്ദമടക്കി പറഞ്ഞ കാര്യം ഷാഫ്നറെ ഞെട്ടിച്ചു. മിസ്, നിങ്ങൾ ആ കുറിപ്പ് നോക്കുന്നത് നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഒരു ബോംബുണ്ട്. കുറിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയ വാക്കുകൾ എന്തായിരുന്നുവെന്നത് അജ്ഞാതമാണ്. കാരണം കൂപ്പർ പിന്നീട് തിരിച്ചു വാങ്ങിയിരുന്നു. എയർ ഹോസ്റ്റസ് ഭയത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൂപ്പർ ശാന്തമായി കൈവശമുള്ള സ്യൂട്ട് കേസ് തുറന്നു. ചില ചുവന്ന നിറത്തിലുള്ള വയറുകളും ഒരു കൂട്ടം കമ്പികളും ഒരു യന്ത്രത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. തുടർന്ന് കൂപ്പർ തൻ്റെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞു. സിയാറ്റിലിൽ ലാൻഡ് ചെയ്യുമ്പോൾ $2,00,000 4 പാരച്യൂട്ടുകളും വിമാനത്തിലെത്തിക്കണം. വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാൻ ഒരു ഇന്ധന ട്രക്ക് തയ്യാറായി നിൽക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ വിമാനം തകർന്ന് 36 യാത്രക്കാരെയും 6 ജീവനക്കാരെയും കൊല്ലുമെന്നായിരുന്നു ഭീഷണി. ഷാഫ്നർ കൂപ്പറിൻ്റെ ആവശ്യങ്ങൾ പൈലറ്റിനെ അറിയിച്ചു. എയർ ട്രാഫിക് കൺട്രോളറിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പൈലറ്റ് വിവരം കൈമാറി. നോർത്ത് വെസ്റ്റ് ഓറിയൻ്റിലെ പ്രസിഡന്റ് പണം കൊടുക്കാമെന്ന് അംഗീകരിക്കുകയും ചെയ്തു. 2 മണിക്കൂർ ആകാശത്ത് ചുറ്റിക്കറങ്ങിയ ശേഷം വിമാനം വൈകുന്നേരം 5:39 സിയാറ്റിലിൽ ഇറങ്ങി. അപ്പോഴേക്കും അധികൃതർ കൂപ്പറിൻ്റെ ആവശ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു. ശാന്തമായ ഒരു ഭാഗത്തേക്ക് എയർ ടാക്സി ആവശ്യപ്പെട്ട കൂപ്പർ അമേരിക്കൻ സ്നെപ്പർമാരുടെ കാഴ്ച മറയ്ക്കാൻ കോക്പിറ്റ് ലൈറ്റുകൾ ഓഫാക്കണമെന്നും പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടു. നോർത്ത് വെസ്റ്റ് എയർലൈനിൽ ഒരു ജീവനക്കാരൻ വിമാനത്തെ സമീപിക്കുകയും സീരിയൽ നമ്പറുകൾ Lൽ ആരംഭിക്കുന്ന $10,000 $20 നോട്ടുകൾ കൈമാറുകയും ചെയ്തു. കൂടാതെ ഒരു പ്രാദേശിക സ്കൈ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാരച്യൂട്ടുകളും കൈമാറി. തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ അപ്പോൾ തന്നെ 36 യാത്രക്കാരെയും ഷാഫ്നർ ഉൾപ്പെടെ 2 ജീവനക്കാരെയും വിട്ടയച്ചു. വിമാനത്തിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കെ മെക്സിക്കോ സിറ്റിയിലേക്ക് വിമാനം പറപ്പിക്കാൻ കൂപ്പർ പൈലറ്റുമാരോട് പറഞ്ഞു. മറ്റൊരു സ്റ്റോപ്പില്ലാതെ വിമാനത്തിന് മെക്സിക്കോയിൽ എത്താൻ സാധിക്കില്ലെന്ന് അവർ കൂപ്പറിനോട് ഉപദേശിച്ചു. നെവാഡയിലെ റെനോ താഹോ വിമാനത്താവളത്തിൽ ഇന്ധനം നിറച്ചതിന് ശേഷം മെക്സിക്കോയിലേക്ക് പറക്കാമെന്ന് പൈലറ്റുമാർ സമ്മതിച്ചു. പിന്നീട് വിമാനം ഉയർന്നു പൊങ്ങിയ ശേഷം 10,000 അടിയിൽ താഴെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ ആവശ്യപ്പെട്ടു. അതേസമയം അടുത്തുള്ള വ്യോമസേനാ താവളത്തിൽ നിന്നുള്ള 2 യുദ്ധവിമാനങ്ങൾ ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. എല്ലാ ജീവനക്കാരോടും കൂപ്പർ കോക്പിറ്റിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് കൂപ്പർ അരയിൽ എന്തോ കെട്ടുന്നത് അവർ കണ്ടിരുന്നു. അത് പണം അടങ്ങിയ ബാഗാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലായി. കോക്പിറ്റിൽ വാതിലിൽ അഴികളൊന്നുമില്ലാത്തതിനാൽ പുറകിൽ കൂപ്പർ എന്താണ് ചെയ്യുന്നതെന്ന് ജീവനക്കാർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. രാത്രി 8 മണിയോടെ പിൻഭാഗത്തെ എയർ സ്റ്റെയറുകൾ താഴ്ത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കോക്പിറ്റിലെ അപായ ലൈറ്റുകൾ തെളിഞ്ഞു. രാത്രി 8:13 വിമാനത്തിൻ്റെ വാൽ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് മുകളിലേക്കൊരു ചലനം അനുഭവപ്പെട്ടതായും ജീവനക്കാർ പറയുന്നു. എന്നാൽ വിമാനത്തെ പിന്തുടർന്ന ജെറ്റുകൾ വിമാനത്തിൽ നിന്ന് ഒന്നും പുറത്തേക്ക് പോകുന്നതായി കണ്ടില്ലെന്നും അറിയിച്ചു.
2 മണിക്കൂറിന് ശേഷം വിമാനം വിജയകരമായി റെനോ എയർപോർട്ടിൽ ഇറക്കി. FBI ഏജന്റുമാരും ലോക്കൽ പോലീസും വിമാനം വളഞ്ഞു. തുടർന്ന് അവർ വിമാനത്തിനുള്ളിൽ തിരച്ചിലുകൾ നടത്തി. എന്നാൽ വിമാനത്തിനുള്ളിൽ എവിടെയും കൂപ്പറിനെ കണ്ടില്ല. സിഗരറ്റ് കുറ്റികൾ, പിന്നീട് ഭാഗിക DNA സാമ്പിൾ ലഭിച്ച ഒരു കറുത്ത ക്ലിപ്പോണ്ടായി, 2 പാരച്യൂട്ടുകൾ, 66 അജ്ഞാത വിരലടയാളങ്ങൾ എന്നിവ മാത്രമാണ് കൂപ്പറിൻ്റേതായി വിമാനത്തിൽ അവശേഷിച്ചിരുന്നത്. ഒറിഗോൺ സ്വദേശിയായ DB കൂപ്പർ എന്നയാളെയാണ് ആദ്യം അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഹൈജാക്കർ തൻ്റെ യഥാർത്ഥ പേര് ഉപയോഗിച്ചിരിക്കാമെന്ന അനുമാനത്തിലായിരുന്നു ഇത്. എന്നാൽ ഇയാളല്ല ഹൈജാക്കർ എന്ന് പെട്ടെന്ന് തന്നെ തെളിഞ്ഞെങ്കിലും മാധ്യമങ്ങൾ ഇയാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുകയും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള മാസങ്ങളിലും വർഷങ്ങളിലും 800-ലധികം ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. കൂപ്പർ പാരച്യൂട്ടിൽ ലാൻഡ് ചെയ്ത സ്ഥലം കണ്ടെത്താൻ സംഭവം പോലീസ് പുനഃസൃഷ്ടിക്കുകയും പ്രദേശത്ത് സമഗ്രമായ തിരച്ചിലുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ കൂപ്പറിൻ്റെയോ പാരച്യൂട്ടിൻ്റെയോ പൊടി പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. 1980 ഫെബ്രുവരിയിൽ ബ്രയാൻ ഇൻഗ്രാം എന്ന 8 വയസ്സുകാരൻ കൂപ്പറിന് കൊടുത്ത ഡോളർ നോട്ടുകളുടെ സീരിയൽ നമ്പറുകളുമായി സാമ്യമുള്ള ദ്രവിച്ചു തുടങ്ങിയ 3 പാക്കറ്റ് നോട്ടുകൾ കണ്ടെത്തി. മൊത്തം $5800 കണ്ടെത്തിയത്. എന്നാൽ ഈ കണ്ടുപിടുത്തം ഉത്തരങ്ങളിലേക്കാളേറെ കൂടുതൽ ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉയർന്നത്. തുടക്കത്തിൽ തന്നെ FBI വിശ്വസിച്ചത് കൂപ്പർ വിമാനത്തിൽ നിന്നുള്ള വീഴ്ചയെ അതിജീവിച്ചിരുന്നില്ല എന്നാണ്. കനത്ത മഴയുള്ള രാത്രിയിൽ ഏകദേശം -7°C കാലാവസ്ഥയിൽ കോട്ടും സുരക്ഷാ ഹെൽമറ്റും ധരിക്കാതെയുള്ള ചാട്ടം അതിജീവിക്കാൻ കൂപ്പറിന് ഒരിക്കലും ആകില്ലെന്ന് FBI വാദിച്ചു. കൂപ്പറിന് നൽകിയ 4 പാരച്യൂട്ടുകളിൽ കൂപ്പർ തിരഞ്ഞെടുത്തത് ഏറ്റവും മോശമായ 2 എണ്ണമായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. അതിനാൽ തന്നെ പാരച്യൂട്ട് ഉപയോഗിച്ചുള്ള പരിചയമോ വീഴ്ചയെ അതിജീവിക്കാൻ വേണ്ടത്ര അറിവോ കൂപ്പറിനില്ലായിരുന്നുവെന്നും അവർ പറയുന്നു. ഇനി അഥവാ കൂപ്പർ വീഴ്ചയെ അതിജീവിച്ചാലും തണുത്തുറഞ്ഞ പർവ്വത മേഖലയെ അതിജീവിക്കാൻ സാധിക്കുകയില്ലെന്നും FBI വിലയിരുത്തി. 50 വർഷമായിട്ടും ഹൈജാക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കുപ്രസിദ്ധി മോഹിച്ച് DB കൂപ്പറാണെന്ന് അവകാശപ്പെട്ട് 1-ലധികം ആളുകൾ മുന്നോട്ട് വന്നുവെങ്കിലും വിരലടയാളവും DNA ടെസ്റ്റിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2016 ജൂലൈ 8-ന് 45 വർഷത്തിന് ശേഷം FBI കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചതായി അറിയിച്ചു. അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിൽ തെളിയിക്കപ്പെടാത്ത ഒരേയൊരു എയർ പൈറസി കേസാണ് കുപ്രസിദ്ധമായ DB കൂപ്പർ വിമാന റാഞ്ചൽ കേസ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.